ഉണ്ടാകും. അപ്പോൾ ഇൻഷാല്ലാ അടുത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒന്നും കൂടി ക്ലിയർ കൂട്ടാം ഇൻഷാല്ലാ. അപ്പോൾ ഇന്നിപ്പോൾ ലൈവ് ഇങ്ങനെ അവിടെ പോട്ടെ. അടുത്ത ദിവസം എന്ത് ചെയ്യാം, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് നമ്മളെ പിന്നെ ഇതൊന്ന് പിന്നെ ഉഷാറാക്കണം. അപ്പോൾ അതിൻ്റെ കൂലി നമുക്കും കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ പ്രത്യേകിച്ച് ഈ രാവിലത്തെ സമയം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ഉറക്കം വരുന്ന സമയമാണ്. അപ്പോൾ ഒരു പിന്നെ നമ്മൾ ഇതിലാണ്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ഒഴിവായി കിട്ടും എന്ന് മാത്രമല്ല, രാവിലെ ഉറങ്ങുമ്പോൾ ഉറങ്ങാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചും ആരെ സംബന്ധിച്ചപ്പോൾ ഉറങ്ങുക എന്നുള്ള ഒരു വലിയൊരു പിന്നെ നല്ലൊരു സുഖമുള്ള ഒരു പണിയാണല്ലോ. പക്ഷേ ഉറങ്ങിയാലുള്ള ദോഷങ്ങൾ നമുക്കൊക്കെ അറിയാലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണല്ലോ ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ള അവസരമാണ് നമ്മൾ ഈ അവസരം മറ്റുള്ളവരിലേക്ക് എത്തിച്ച്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് ശേഷം ഉറങ്ങിയാലും കുഴപ്പമില്ല. പിന്നെ കാരണം ഇതിന് ശേഷം ഉറങ്ങാന്ന് പറഞ്ഞാൽ സാധാരണ തഹജ്ജുദും ളുഹയൊക്കെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സൂര്യൻ ഉദിച്ചതിന് ശേഷം ളുഹർ ഉച്ച ആകുന്നതിന് മുമ്പ് ഒരു ഉറക്കം, ഖൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറയും, ആ ഒരു ഉറക്കം വരെ സുന്നത്തുണ്ട് എന്നാണ്. പക്ഷെ നേരെ മറിച്ച് അതിൻ്റെ മുമ്പ് ഉറങ്ങിയാൽ അതൊരു പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ബർക്കത്ത് കുറയാനൊക്കെ കാരണമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു അവസരം കൂടിയാണ്. ഇതിന് പുറമെ നമുക്ക് തജ്വീദ് പഠിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും എല്ലാ ആളുകളിലേക്ക് എത്തിച്ച് നമ്മളെ പിന്നെ ഇതിൽ ആളുകൾ എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ അവർക്കും അതിൻ്റെ പിന്നെ ഓത്തിൻ്റെ ഒക്കെ ഒരു മഹത്വം കിട്ടും, പിന്നെ പഠിക്കാനൊക്കെ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു ഇതാണ്, നമുക്ക് സംശയം ഉണ്ടാവും ചിലപ്പോൾ. വലാ തൽബിസു എന്നാണ് നീട്ടാനുള്ളത്, അവിടെ നീട്ടാതെയാണ് ഓതേണ്ടത്. വലാ തൽബിസുൽ ഹഖ, സുക്കൂൻ വന്നു എന്നുള്ളതാണ്. എല്ലാവരും സുക്കൂൻ വന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീട്ടാൻ പാടില്ല. വലാ തൽബിസൂൽ എന്ന് പറയാൻ പാടില്ല. വലാ തൽബിസ് അതിന് ഫത്ത് ആയിക്കോട്ടെ, ഇപ്പോൾ ഫത്തിനെ നീട്ടാനാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ ഉള്ളത് ലൊമ്മാണ്, ലൊമ്മ പിന്നെ വാവാണ്. അപ്പം എന്ത് ചെയ്തു, വാവിൻ്റെ ശേഷം സുക്കൂൻ വന്നു എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യുക, വലാ തൽബിസുൽ ഹഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്, അവിടെ അങ്ങനെ തന്നെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അവിടെ അന്നഹും ഒറ്റ മീമായിട്ട് ഉച്ചാരണത്ത് വരണം, ഇത് കാമും ബിഗുന്ന വരണം. أنهم ملاقو ربهم وأنهم إليه راجعون. ആ മീമ് വെളിവാകണം. അപ്പോൾ അന്നഹും എന്ന് ചുണ്ട് പൂട്ടണം, പൂട്ടിയതിന് ശേഷമേ അടുത്ത് പറയാൻ പാടുള്ളൂ. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون.